ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ എറണാകുളം ജില്ലകളിലായിട്ട് ഇവർ 12ഓളം സൈറ്റുകളിൽ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൊരു വർക്കിൽ പോലും നമ്മൾ ആദ്യമേ തന്നെ ഒരു റേറ്റ് പറഞ്ഞിട്ട് സ്ക്വയർ ഫീറ്റിന് ഇത്രയ്ക്ക് നമ്മൾ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. അത് കൃത്യമായിട്ട് അതിന്റെ പ്ലാനും ഡ്രോയിങ്സ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് അതിന്റെ ക്വാണ്ടിറ്റി എടുത്ത് റേറ്റ് പറയുന്നത്. 4.5 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 1020 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ പ്ലാനും ഡിസൈനും അതോടൊപ്പം തന്നെ ആ ഒരു വീട് നിർമ്മിക്കാനായിട്ട് എത്ര കോസ്റ്റ് വരും എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഞാൻ ഹരീത് അനഗാസിന്റെ പരിപാടിയിലേക്ക് എല്ലാവരും സ്വാഗതം. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് ഞങ്ങളുടെ ഓഫീസുകൾ വരുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് അലൈൻ ചെയ്യാനായിട്ടാണെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നേരെ വീഡിയോ ചെയ്യരുത്. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു വീടിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് എത്ര നോക്കാം. കരിങ്കല്ലുകൊണ്ടുള്ള ഫൗണ്ടേഷൻ ആണ് ഇതിൽ പറയുന്നത്. 3,43,000 രൂപയാണ് വീടിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. അടുത്തത് അതിന്റെ ബ്രിക്ക് വർക്ക് മുതൽ വാർക്ക വരെയുള്ള കോസ്റ്റ് ആണ്. 7,41,000 രൂപ വരുന്നുണ്ട്. പിന്നീട് അതിന്റെ പെയിന്റിങ്, പ്ലാസ്റ്ററിങ്, ഡോർസ് ആൻഡ് വിൻഡോസ്, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് 9,84,000 രൂപ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആകെ ഈ ഒരു വീട് നിർമ്മിക്കുന്നതിനായിട്ട് 20,69,000 രൂപ നമുക്ക് ആകെ ചെലവ് വരുന്നുണ്ട്. ഇനി ഇതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് അതുപോലെ തന്നെ ഓരോ ഘട്ടങ്ങളിലും എത്രയാണ് അതിന്റെ ചെലവുകൾ വന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഫൗണ്ടേഷൻ തന്നെയാണ് നോക്കുന്നത്. ഫൗണ്ടേഷനിൽ നമ്മൾ എർത്ത് വർക്ക്, നമ്മൾ കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷൻ ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മണ്ണ് എടുക്കുന്നതൊക്കെ ആയിട്ട് ഒരു 13,000 രൂപ വരുന്നുണ്ട്. ഇത് ഓരോ സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇത് ഇതിന്റെ മാത്രമല്ല, എല്ലാ കോസ്റ്റിലും ഒരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഒന്നും അല്ല. നമുക്കൊരു വീട് നിർമ്മിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല. ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. ഒരു 13,000 രൂപ നമുക്ക് എർത്ത് വർക്കിന് വേണ്ടിയിട്ട് നമുക്കൊരു 13,000 രൂപ എർത്ത് വർക്കിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പിന്നീട് അതിൽ വരുന്ന കരിങ്കല്ലിന്റെ വർക്ക് 1,35,000 രൂപ വരുന്നുണ്ട്. അതിന് മുകളിൽ വരുന്ന ബെൽറ്റ് 76,000 രൂപ വരുന്നുണ്ട്. പിന്നെ ആ ഒരു ഫൗണ്ടേഷനിൽ നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് 61,000 രൂപയും വരുന്നുണ്ട്. പിന്നീട് അതിന്റെ മുകളിൽ ഒരു കോൺക്രീറ്റ് ഉണ്ടാവും, അതിന് 56,000 രൂപ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആകെയാണ് നമുക്ക് 3,43,000 രൂപ കോസ്റ്റ് വരുന്നത്. അടുത്തത് അതിന്റെ ബ്രിക്ക് വർക്ക് നോക്കുകയാണെങ്കിൽ 3,27,000 രൂപ ബ്രിക്ക് വർക്കിന്റെ ചെലവ് വരും. ലിൻഡൽ സൺഷെയ്ഡ് 1,40,000 രൂപ വരുന്നുണ്ട്. റൂഫ് സ്ലാബ് 2,73,000 രൂപ വരുന്നുണ്ട്. ആ വീടിന്റെ റൂഫ് സ്ലാബിന്റെ വാർക്കയുടെ കോസ്റ്റ് 2,73,000 വരുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേജിലെത്തി നിൽക്കുന്ന സമയത്ത് നമുക്ക് 10,84,000 രൂപയാണ് ചെലവ് വരുന്നത്. പിന്നീട് പ്ലാസ്റ്ററിങ് 2,10,000 രൂപ വരുന്നുണ്ട്. പെയിന്റിങ് 1,61,000 രൂപ. ടൈല് 1,71,000 രൂപ. ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് 2,11,000. ഡോർസ് ആൻഡ് വിൻഡോസ് 2,24,000 രൂപ വരുന്നുണ്ട്. അങ്ങനെ ആകെയാണ് നമുക്ക് ഈ പറഞ്ഞ 20,69,000 രൂപ വരുന്നത്. ഇനി ഇതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ 2,027 രൂപയാണ് ഈ ഒരു വീട് നിർമ്മിക്കുന്നതിന് പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഒന്നുമല്ല. കാരണം നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, നമ്മളങ്ങനെ ഫിക്സഡ് ആയിട്ട് ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുന്ന പരിപാടിയൊന്നുമില്ല. നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും, പ്ലാൻ പോലും റെഡി ആവുന്നതിന് മുമ്പ് തന്നെ ഒരു റേറ്റ് പറയും, ഞങ്ങൾ സ്ക്വയർ ഫീറ്റിന് എത്രയാണ് വീട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പല പരസ്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടോ. അത് അവരുടെ പരസ്യത്തിന് വേണ്ടി മാത്രം പറയുന്നതാണ്. നമുക്ക് അങ്ങനെ ഒരു ഫിക്സഡ് റേറ്റിലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് ആ ഒരു പ്ലാൻ, അതിന്റെ അത്യാവശ്യമായിട്ടുള്ള ഡ്രോയിങ്സ് 3D കാർഡിലൊക്കെ ചെയ്തിട്ടാണ് അതിന്റെ ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ടാണ് റേറ്റ് പറയുന്നത്. അതിപ്പോ ചിലപ്പോൾ ഒരു 2,000 താഴെ വരാറുണ്ട്, 2,000 മുകളിൽ വരാറുണ്ട്. അത് പ്ലാൻ, അതുപോലെ അതിന്റെ ഡിസൈനുകൾ, പിന്നീട് ക്ലയന്റിന് വേണ്ട ഇപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ വേണം എന്ന് നിർബന്ധമുള്ള ക്ലയൻസ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച്, അല്ലെങ്കിൽ കുറച്ചൊരു മീഡിയം ക്വാളിറ്റിയിലുള്ള ബ്രാൻഡ് മതി എന്നുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു വീടിന്റെ കോസ്റ്റിൽ നമുക്ക് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. ഈ സ്ക്വയർ ഫീറ്റ് റേറ്റിന്റെ കേസ് തന്നെ ആയാൽ പോലും പല ആൾക്കാരും നമ്മുടെ പല വീഡിയോസിലും കമന്റുകൾ വരാറുണ്ട്, നമ്മൾ പറയുന്ന റേറ്റ് കൂടുതലാണ് എന്ന് കമന്റുകൾ വരാറുണ്ട്. അതോടൊപ്പം തന്നെ ഇത് കുറവാണ് എന്ന് പറഞ്ഞ് കമന്റുകൾ വരാറുണ്ട്. അപ്പോൾ ഈ സ്ക്വയർ ഫീറ്റ് റേറ്റിന്റെ കാര്യമാണെങ്കിൽ ഇപ്പം നമ്മൾ അടുത്ത ആഴ്ച നെക്സ്റ്റ് വീക്ക് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. മാളയിൽ 1,600 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടാണ്. അപ്പോൾ അതിന് സ്ക്വയർ ഫീറ്റ് റേറ്റ് വന്നിട്ടുള്ളത് 2,200 അടുത്താണ്. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ എറണാകുളം ജില്ലകളിലായിട്ട് ഇവർ 12ഓളം സൈറ്റുകളിൽ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൊരു വർക്കിൽ പോലും നമ്മൾ ആദ്യമേ തന്നെ ഒരു റേറ്റ് പറഞ്ഞിട്ട് സ്ക്വയർ ഫീറ്റിന് ഇത്രയ്ക്ക് നമ്മൾ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. അത് കൃത്യമായിട്ട് അതിന്റെ പ്ലാനും ഡ്രോയിങ്സ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് അതിന്റെ ക്വാണ്ടിറ്റി എടുത്ത് റേറ്റ് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിനുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ ട്രാൻസ്പെറന്റ് ആയിട്ട് ക്ലയന്റിന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് ഓരോ സ്റ്റേജിലും എന്തോരം വർക്ക് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പേയ്മെന്റ് ആയാലും ഓരോ ഘട്ടങ്ങളിലാണ് നമ്മൾ പൈസ മേടിക്കുന്നത്. അല്ലാതെ ആദ്യമേ തന്നെ ഫുൾ എമൗണ്ട് മേടിക്കുക, അങ്ങനെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ. അത് നമ്മൾ ഓരോ സ്റ്റേജിൽ, ഇപ്പോൾ ഫൗണ്ടേഷൻ ആണെങ്കിൽ അതിന്റെ ഇത്ര രൂപ അതിന്റെ കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഇത്ര പെർസെന്റേജ്
ഇപ്പോൾ അതിന്റെ റബിൾ വർക്കിന് മുമ്പ്, റബിൾ വർക്കിന് ശേഷം, ബെൽറ്റിന് മുമ്പ് അല്ലെങ്കിൽ ബെൽറ്റിന് ശേഷം, ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ പേയ്മെന്റ് മേടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്കും, അതുകൊണ്ട് ക്ലയന്റിനെ സംബന്ധിച്ച് അവർക്കും ടെൻഷൻ ഇല്ല. നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ക്വാണ്ടിറ്റി എടുത്തിട്ട് റേറ്റ് കോട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്കും ഒരു ടെൻഷൻ ഇല്ല. എവിടെയും നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റിന് വർക്ക് എടുക്കാത്തത്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ ഞാൻ പിന്നീട് ചെയ്യാം. പല തവണ ആലോചിച്ചാണ് അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണം എന്നുള്ളത്. പലപ്പോഴും ഇത് സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഈ ഒരു വീടിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഞാൻ പറഞ്ഞു 2027 ആണ് ഈ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. അത്യാവശ്യം ഒരു മീഡിയം ലെവലിൽ ക്വാളിറ്റിയിൽ ചെയ്യുന്നൊരു റേറ്റ് ആണ് ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പ്ലാൻ, അതുപോലെ 3D പ്ലാൻ ഒക്കെ ഒന്ന് കാണാം. ഇത് വീടിന്റെ 3D പ്ലാൻ ആണ്. ഇപ്പോൾ അതായത് സിറ്റ് ഔട്ട് കാണാവുന്നതാണ്. സിറ്റ് ഔട്ട് ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത്. ഇവിടെ ആയിട്ട് ഡൈനിങ് വരുന്നുണ്ട്. ഡൈനിങ് തന്നെ നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് ഒരു സ്റ്റെയർ റൂമിനുള്ള പ്രൊവിഷൻ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് കിച്ചൺ, വർക്ക് ഏരിയ കാണാവുന്നതാണ്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. ഇവിടെ ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ട് മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് വീടിന്റെ 2D പ്ലാൻ ആണ്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. 360 140 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ. ഇവിടെ ആയിട്ട് ലിവിംഗ് ഏരിയ 360 300 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ സൈസ്. ഇവിടെ ആയിട്ട് ഡൈനിങ്, ഇവിടെ കിച്ചൺ, വർക്ക് ഏരിയ കാണാവുന്നതാണ്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 340 330 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ സൈസ്. ഒരു ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 360 410 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് ഞങ്ങളുടെ ഓഫീസുകൾ വരുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനും വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് വാല്യൂ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വീടിന്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച് വീഡിയോസ് ആണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോസ് താല്പര്യമുള്ള ആൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.